കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കളിയുണ്ട്. അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മാത്രം ബോൾ കിട്ടുന്നില്ല, കിട്ടിയ ബോളോ അടിച്ച് പുറത്തെങ്ങാണ്ട് കളയുന്നു. അതായത് പുള്ളിക്ക് വേണ്ട രീതിയിൽ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സ് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നും. അപ്പോൾ അതിനകത്തുനിന്ന് പുള്ളി ഇടയ്ക്ക് ഓടി വന്നിട്ട് ഇങ്ങനെ വരുന്നു, ഇവിടെ ഇട്ടാൽ മതിയാകുന്നു, ഇല്ലാന്ന് ഞാൻ അങ്ങ് തൊലിച്ചേനെ. പിന്നെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ വെക്കും, ഇമ്മാരെ എന്തിനു കൊള്ളാം, ഇമ്മാര് വെറുതെ ചുമ്മാ പാഴുകൾ, ഇവരുടെയൊക്കെ കൂടെ കളിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു സാധനം കണ്ട മുഴുവൻ ആൾക്കാർക്കും തോന്നുക. പിന്നെയും ഇതൊക്കെ തന്നെ, ഇത് സ്ഥിരം പരിപാടി ഇവന്റെ. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ആരാധിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇവൻ ഭയങ്കര വലിയ കളിക്കാരൻ, ക്രിസ്ത്യാനോ ഗോട്ട് ഏണ്ടൊക്കെ അടിച്ചു വെക്കും. പക്ഷെ അത്രയൊന്നും ഇല്ല ആള്. അതിൻ്റെ ഒരു വ്യത്യാസമാണ് മെസ്സി ഇങ്ങനെ ചെയ്യത്തേ ഇല്ല. ശ്രദ്ധിച്ചു നോക്കും, മെസ്സി ഇങ്ങനെ വരുന്നിടത്തും പോകുന്നിടത്തും ഇങ്ങോട്ട് ഇട്ടിരുന്ന് ഉണ്ടാക്കാന്നു, എല്ലാം അങ്ങോട്ട് തൊലിക്കാന്നു. അവിടെ പോയി അവൻ എന്തോ കാണിച്ചു, ഇങ്ങനെയാണോ? മറ്റ് പ്ലെയേഴ്സിന് അതൊരു ബുദ്ധിമുട്ടല്ലേ. അതൊന്നും മെസ്സി കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. മെസ്സിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. മെസ്സിക്ക് ഒരുപാട് സമയമുണ്ട് ഗോൾ അടിക്കാൻ. മെസ്സി തന്നെ കൊണ്ടുപോയി ബാക്കിയുള്ളവരെ കൊണ്ടുപോയി അടിപ്പിക്കും. പക്ഷെ ഇവര് ചിലർ അങ്ങനെയല്ല. ആ പോസ്റ്റിന്റെ പരിസരത്തെത്തി യുവമാർ തന്നെ അടിക്കുന്ന ടീമുകളുണ്ട്. അധികം പാസ് ചെയ്ത് ചെയ്യാറില്ലെന്നല്ല, എന്നാലും മെസ്സിക്ക് അങ്ങനൊന്നും ഒരു വിഷയമല്ല. മെസ്സിയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മെസ്സി ഈ സാധനം കാണിച്ചിട്ടേ ഉണ്ടാകത്തില്ല. ഞാൻ അങ്ങനെ അധികം കളി അങ്ങനെ ഒത്തിരി അങ്ങ് കാണാറില്ല. പക്ഷെ ഇതുമാതിരി കുറച്ച് കളി തീരെ കാണാറില്ലെന്ന് വെച്ചാൽ, ഞാൻ വേൾഡ് കപ്പ് അധികം കണ്ടില്ല. ഇവന്റെ 1-2 സീൻ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അപ്പം പോലും ഓരോരുത്തരുടെ സാധനങ്ങൾ വരുന്ന ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ പിള്ളേർ വരുമ്പോൾ ഓടിക്കൂടി വരുമ്പോൾ പുള്ളി ക്രിസ്ത്യാനോ നിർത്തി സെൽഫി എടുക്കും, അത് ചെയ്യും ഇത് ചെയ്യും. ഭയങ്കര സഹകരണം. പക്ഷെ മെസ്സി ഇതൊന്നും അറിയാതെ നടന്നു പോകും. ഒന്നും പറയും കണ്ടോ ക്രിസ്ത്യാനോ ഭയങ്കര സൂപ്പർ ആയതുകൊണ്ടാണ്. ഇതൊരുമാതിരി ഈ സെന്റി ആൾക്കാർ, ഇമോഷണൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷോ പോലുണ്ട്. ഇവൻ വല്ല സിനിമാ നടനാണോ എന്നൊരു സംശയമുണ്ട് എനിക്കിപ്പോൾ. ഇവൻ സിനിമാ നടനാവാൻ ജീവിക്കുന്നവനാണ്. അവനങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, അവന് നടനാവുന്ന ഇഷ്ടമെന്ന്. അടുത്ത കരിയർ ഇനി റിട്ടയർ ആയാലുണ്ടെ സിനിമയിൽ അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ട് ഇവൻ മൊത്തം ഷോയാ. അപ്പൊ ഇത്തരം ഷോ കണ്ട് ഇഷ്ടപ്പെടുന്ന തരം ആളുകൾ കാണും തോന്നി ക്രിസ്ത്യാനോട് ഇത്ര താല്പര്യം. അല്ലാതെ നല്ല ഫുട്ബോൾ കളിക്കാരനാണെന്ന് വെച്ചാൽ മെസ്സി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഈ കമ്പാരിസൺ എന്തിനാന്ന് മനസ്സിലാകുന്നില്ല. എത്ര രാജ്യത്ത് ഇങ്ങനെ ഈ ക്രിസ്ത്യാനോയും മെസ്സിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഇനി ഈ നാട്ടിലൊക്കെ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ കുറെ എണ്ണം ഉണ്ട് ഈ ക്രിസ്ത്യാനോടെ ഇത് ഒട്ടിച്ചുകൊണ്ട് നടക്കുക. അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു ഈ വക കാര്യങ്ങൾ. ഇങ്ങനെ ഗ്രൗണ്ടിലോട്ട് ഓടി വരുന്നവർ എന്റർടൈൻ ചെയ്യാൻ പാടില്ല ഒരിക്കലും. എല്ലാ ആരാധകരും അങ്ങനെയൊക്കെ തന്നെ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ ഒരാൾ എന്റർടൈൻ ചെയ്യുമ്പോൾ അത് വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാ കളിക്കാരുടെയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രയോജനമില്ല. ഇങ്ങനെ ചാടി ഇറങ്ങി ഓടുന്നതിന് എന്താ മാനസിക പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മര്യാദ തീരെയില്ല. അവർക്ക് ആളുടെ കളി കണ്ടിട്ട് പോയാൽ പോരെ, എന്ന് നീ ചാടി ഇറങ്ങി ഓടുന്നു. അങ്ങനത്തെ വെളിവില്ലാത്തവരൊക്കെ എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യം എന്തോ? സെൽഫി എടുക്കുന്നതേ പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഒരു കളിക്കിടയിൽ ഓടി ചെല്ലുക എന്ന് പറയുന്നത് ഇച്ചിരി ഓവറാ. അതൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. മര്യാദയുള്ളവർ ഇറങ്ങത്തില്ലടൂ. ഇതൊക്കെ എന്തുവാ? കളി കാണാൻ വന്ന കളി കണ്ടിട്ട് പോകണം. ഞാനുള്ള അത്ര താല്പര്യമാണ്, അയാളെ ഏതെങ്കിലും അവസരത്തിൽ കാണാൻ പറ്റുമെന്ന് നോക്കണം. അത്രയൊക്കെ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല. അത്ര നിർബന്ധമുള്ളവരാണെങ്കിൽ വേറെ എന്തിനും വഴി നോക്കണം. അല്ലാതെ ഒരു ഗെയിം നടക്കുമ്പോൾ ഇത്രയും മനുഷ്യർ കൂടിയിരിക്കും, ഒരുത്തനിറങ്ങി അങ്ങ് ഓടുക, അതൊന്നും ശരിയല്ല. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അതൊന്നും മെസ്സി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ കണ്ടിടത്തോളം ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വന്നവരെ ഒന്നും കുഞ്ഞിനെ പോലും നോക്കാതെ നടന്നു പോകുന്ന ഞാൻ കണ്ടു. ഒരു കൊച്ചു നോക്കിയോ പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ നടന്നു പോയി. പുള്ളി അത് ശ്രദ്ധിച്ചില്ല, പുള്ളിക്ക് മനസ്സിലായില്ല. ഇവൻ അതൊക്കെ ശ്രദ്ധിച്ചാ ജീവിക്കുന്നത്, മനസ്സിലായോ? മേക്ക് ഓവർ, ഹെയർ സ്റ്റൈല്, ബോഡി ഷോ, പുള്ളിക്ക് കുറെ പരിപാടിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഈ പ്രാവശ്യത്തെ ഈ സാധനമാണ്. ഇവിടെ പിന്നെ വേറെ എണ്ണം ഈ പറഞ്ഞ പോലെ ആണ്ട് പുള്ളി കാല് നീട്ടി, പക്ഷെ അടിച്ച അപ്പുറത്തു നിന്നാണേലും പുള്ളി എന്ന് വെച്ച് പാർട്ടിയ പാസ് ചെയ്ത റൊണാൾഡോയുടെ കാലെ കൊണ്ടാലേ ഗോളാകത്തുള്ളൂ മതി എന്നാ പുള്ളിയുടെ വിചാരം. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു, പക്ഷെ അവനല്ല ഗോളാക്കിയത്, വേറെ തന്നെ. പക്ഷെ ഇവൻ ഇറങ്ങി ഓടിയേന്നൊക്കെ വെക്കുന്നു. ഇവനങ്ങ് ഇതിനു വേണ്ടി എന്ത് ചെയ്താലും ഗോളായ ഇവനാന്നുള്ള വിചാരമാണ്. ഗോള് മിസ്സായാലും ഇവന്റെ വിചാരം ഇവനാന്ന് അടിക്കേണ്ടതെന്ന്. ഇവൻ അടിക്കാഞ്ഞോണ്ടാ മിസ്സായ ഗോളാവാൻ അല്ലേ, അതെല്ലാം ഗോളാന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു വല്ലാത്ത ഈഗോ ഉള്ളൊരു തരം ക്യാരക്ടർ. അയ്യേ, കൊള്ളത്തില്ല. ക്രിസ്ത്യാനോയുടെ ഫാൻസും കൊള്ളത്തില്ലായിരിക്കും, ഉറപ്പാ. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവര് എന്തോ പോരായ്മ ഉള്ളവരാന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതും ശരിയാ. ഇങ്ങനെയുള്ളവനൊക്കെ പാസ് കൊടുക്കത്തില്ല. കൂടെ കളിക്കുന്നവന്മാർക്ക് വെറുപ്പായിരിക്കും. ഇവനെയൊക്കെ ഒന്ന് ടീമിൽ നിന്ന് ഇറക്കി തരാമോന്നായിരിക്കും അവർ ചോദിക്കുന്നത്.
എന്തുവാ ബാക്കിയുള്ളവർക്കൊന്നും കളിക്കാൻ അറിയത്തില്ല, ഇത്രയും കൊല്ലമായിട്ട് ആ രാജ്യത്ത് ഇവൻ മാത്രമേ ഉള്ളു കളിക്കാൻ എന്നുള്ള രീതിയിൽ ഇവന്റെ പരിപാടി. അതുകൊണ്ട് ശരിയാകത്തില്ല. ഇവന് പാസ് കൊടുക്കണ്ട, ഇവനെ പുറത്താക്ക്, ഇവൻ വേറെ വല്ല ക്ലബ്ബിൽ വല്ലതും പോയി കളിക്കട്ടെ. അല്ല പിന്നെ എന്തൊരു പ്രശ്നക്കാരാന്ന് നോക്കണേ. അങ്ങനെ തന്നെ കാണിച്ച് കൊടുക്കാൻ തോന്നുന്നില്ലെന്നേ. കളിക്കുന്നിടത്തും കണ്ടില്ല, ഇങ്ങനെയാ കാണിക്കുന്നത്. അവൻ മാത്രം അടിച്ചാലേ ഗോളാകത്തുള്ളൂ. അവന് കൊടുക്കുക. അവനൊന്ന് മാറ്റാവോ ആ ടീമിൽ നിന്ന്. ഇവിടെ ഉള്ളവന്മാരാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒന്നും ഇത്ര വലിയ അലമ്പുണ്ടെന്ന് തോന്നില്ല. ക്രിസ്ത്യാനോ ഇവിടെ കുറെ കൂറ ഫാൻസ് ഉണ്ട്. മമ്മൂട്ടി മോഹൻലാലും കമ്പയർ ചെയ്യുമ്പോൾ മോഹൻലാലിനെ പൊക്കി പറയുന്ന പോലെ ക്രിസ്ത്യാനോ ആയതുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കും ഈ നാട്ടിൽ. അത് പക്ഷെ മെസ്സി അത് തന്നെ. മെസ്സിയാ ഗോട്ടാണ്. റൊണാൾഡോ ഓടിയാ മതി.